അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഹല്ലാജ് എന്ന് പറയുന്ന ഒരു മഹാനായ വലിയൻ്റെ കഥ നമ്മിൽ ഭൂരിഭാഗവും കേട്ടിട്ടുണ്ടാകും. അതായത് മുഹീദ്ദീൻ മാലയിലെ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നതായ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അക്കൈ പിടിക്കാൻ ഞാനുണ്ടാകും എന്നാണ് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതായി മുഹീദ്ദീൻ മാലയിൽ പറയുന്നത്. ആരായിരുന്നു ഹല്ലാജ്? എന്തായിരുന്നു ഹല്ലാജിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട ഉന്നത ദർജയിലെത്തിയ ഒരു മഹാന്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, എൻ്റെ അടിമകൾ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് എന്നിലേക്ക് അടുക്കും. എത്രത്തോളം അടുക്കുമെന്നാൽ അവർ നടക്കുന്ന കാലും, അവർ പിടിക്കുന്ന കൈയും, അവർ നോക്കുന്ന കണ്ണും, അവർ കേൾക്കുന്ന ചെവിയും ഞാനായി മാറും. അവർ എന്നിലേക്ക് ഒരു ചാണെടുക്കുമ്പോൾ ഞാൻ അവരിലേക്ക് ഒരു മുഴമെടുക്കും. അവരെന്നിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ അവരിലേക്ക് ഓടിച്ചെല്ലും എന്നൊക്കെയാണ് ഖുദ്സിയായ ഹദീസുകളിൽ പറയുന്നത്. ഇനി നമുക്ക് ഹല്ലാജിൻ്റെ കഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ, വനാന്തരത്തിൽ ചെന്നുകൊണ്ട്, അല്ലെങ്കിൽ വിജനമായ സ്ഥലം, ജനങ്ങളുമായി യാതൊരു ഇടപാടോ ബന്ധപ്പാടോ ഇല്ലാത്ത രൂപത്തിൽ ഒരു അജ്ഞാതമായ സ്ഥലത്ത് ഇബാദത്തുമായി കഴിഞ്ഞു കൂടിയിരുന്ന ഒരു വലിയായിരുന്നു ഹല്ലാജ് എന്ന് പറയുന്നത്. അദ്ദേഹം ദീർഘകാലം പകൽ സമയത്ത് മുഴുവൻ നോമ്പും രാത്രി മുഴുവൻ നിസ്കാരവുമായി അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടി വലിയ മഹാനായ വലിയ ആരിഫ്യങ്ങളുടെ ദർജയിലെത്തിയ മനുഷ്യൻ. അങ്ങനെ ആ രാജ്യത്ത് പലർക്കും അദ്ദേഹത്തെ പറ്റി കേട്ടറിഞ്ഞു. പക്ഷെ അദ്ദേഹം ആർക്കും പിടികൊടുക്കാനൊന്നും തയ്യാറായില്ല. താനായി, തൻ്റെ റബ്ബായി, തൻ്റെ ഇബാദത്തായി എന്ന രീതിയിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു മഹാനായ ഹല്ലാജ് റളിയല്ലാഹു അൻഹു. ആ ഇടയ്ക്ക് അവരുടെ രാജ്യത്ത് ഒരു ദുരന്ത സംഭവം ഉണ്ടായി. അതായത് രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകള്, രാജാവിന് അവളെ ഒരു നിമിഷം പോലും പിരിഞ്ഞു നിൽക്കാൻ പറ്റൂല. അത്രയും സ്നേഹത്തോടെ രാജാവ് വളർത്തിക്കൊണ്ടുവന്ന രാജാവിൻ്റെ മകള് മരണപ്പെടുകയാണ്.
മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് അങ്ങേയറ്റം ദുഃഖമായി. ഇവളുടെ മരണത്തെ അംഗീകരിക്കാൻ രാജാവിന് മാനസികമായി രാജാവിന് കഴിയുന്നില്ല. അങ്ങേയറ്റം നിരാശയിലായി, സങ്കടമായി. എൻ്റെ മോള് ജീവിച്ചേ പറ്റുള്ളൂ, അവൾ മരിക്കാൻ പാടില്ല, അവളില്ലെങ്കിൽ ഞാനില്ല, അവളെ എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന ചിന്തയോട് കൂടി രാജാവ് എല്ലാവിധ ആക്രോശവും മുഴക്കി അവസാനം തളർന്നു കിടക്കുകയാണ്. അപ്പോൾ കൊട്ടാരത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്ക് ഹല്ലാജിനെ കൊണ്ടുവരാം, ഹല്ലാജിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും, അതുകൊണ്ട് ഹല്ലാജിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആ രാജ്ഞിയുടെ മൃതദേഹം ഭദ്രമായി മൂടി വെച്ചുകൊണ്ട് ഹല്ലാജിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുന്നു. ഇവരുടെ ആവശ്യം കേട്ടപ്പോൾ ഹല്ലാജ് പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ നിങ്ങൾ എന്നെ കൊന്നുകളയും. അപ്പം ഇവർ ചോദിച്ചു, നിങ്ങൾ വരുന്ന രാജാവിൻ്റെ മോളെ ജീവൻ രക്ഷിച്ച് അല്ലെങ്കിൽ മരിച്ചുപോയി അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയല്ലേ, പിന്നെ എന്തിനാ നിങ്ങളെ കൊല്ലുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ വരും, ഞാൻ വരികയാണെങ്കിൽ രാജാവിൻ്റെ മോള് ജീവിച്ചെണീക്കും, പക്ഷേ നിങ്ങൾ എന്നെ കൊന്നുകളയും. ഇവർ പിന്നെയും ചോദിച്ചു, എന്തിന് കൊല്ലണം, നിങ്ങൾ നല്ല കാര്യമല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞു, ഹല്ലാജ് പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇപ്പം മനസ്സിലാവില്ല, അവിടെ എത്തുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ, പക്ഷെ അള്ളാൻ്റെ കഥ അന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ ചെന്നു. അങ്ങനെ മരിച്ചു കിടക്കുന്ന ഈ രാജകുമാരിയുടെ മൃതദേഹത്തിൻ്റെ അരികെ ചെന്നുകൊണ്ട് ഹല്ലാജ് പറഞ്ഞു, കും ബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടിയിട്ട് എഴുന്നേക്ക് എന്ന് പറഞ്ഞു. അവളെ എഴുന്നേറ്റില്ല. 3 വട്ടം പറഞ്ഞു എന്നാ പറയുന്നത്, 3 വട്ടം പറഞ്ഞിട്ടും എഴുന്നേറ്റില്ല. ലാസ്റ്റ് ഇയാൾ പറഞ്ഞു, കും ബീദിനി, എൻ്റെ കൽപ്പന കൊണ്ട് എഴുന്നേക്ക് എന്ന് പറഞ്ഞു. പറയേണ്ട താമസം ഇവരെ എഴുന്നേറ്റു. അവർ ഉറങ്ങിക്കിടക്കുന്നിടത്തുനിന്ന് ആൾ എഴുന്നേക്കുന്ന പോലെ എഴുന്നേറ്റ് മുഖം കഴുകി ഫ്രഷായി റെഡിയായി. ഇത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതമായി. രാജാവ് ഹല്ലാജിനെ സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന് നിസ്കരിക്കാനും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്തു. രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. സർവ്വവിധ ആദരവിനും ഹല്ലാജ് പാത്രമായി. പക്ഷേ പിറ്റേന്ന് രാജ്യത്തിൽ ചർച്ച വന്നു. എന്ത്? ഹല്ലാജ് വന്നിട്ട് രാജകുമാരിയുടെ മരിച്ചു കിടക്കുന്ന രാജകുമാരിയെ ജീവിപ്പിച്ചിരിക്കുന്നു. ആര്? ഹല്ലാജ്. ഇപ്പം ചിലർ പറഞ്ഞു അത് അള്ളാഹിൻ്റെ ആരിഫ്യങ്ങളിൽ പെട്ടയാളാണ്, അള്ളാഹിൻ്റെ അനുമതിയോടെ ജീവിപ്പിച്ചതായിരിക്കും, അതിന് കറാമത്ത് എന്നാ പറയുക എന്നൊക്കെ ചിലർ പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, അള്ളാഹിൻ്റെ അനുമതിയോടുള്ള അല്ല, ഞാനൊക്കെ അവിടെ ലൈവായിട്ട് കണ്ടതാ, കുമ്പി ഇതിനില്ല, അള്ളാഹിൻ്റെ അനുമതിയോടെ എഴുന്നേക്ക് എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടില്ല. ഇത് ഹല്ലാജ് പറഞ്ഞത് കുമ്പി ഇതിനി, എൻ്റെ അനുമതിയോടെ എഴുന്നേക്ക് എന്നാണ്. അത് ശിർക്കല്ലേ? അപ്പം ഇയാൾ ദൈവമാവുമല്ലേ? ആകെ ചർച്ചയായി, വലിയ വിവാദമാകുന്നു, പണ്ഡിതന്മാർ തമ്മിൽ തർക്കാകുന്നു. ഇയാൾ ഹല്ലാജ് പറഞ്ഞത് കുഫറിൻ്റെ വാക്കാന്ന്, അംഗീകരിക്കാൻ പറ്റൂല എന്ന് വേറെ ചിലർ. ആകെ ചർച്ചയും പുകലിനൊടുവിൽ രാജാവ് പറയുന്നു, എന്താണ് നിങ്ങൾ ആവശ്യം? ജനങ്ങൾ പറഞ്ഞു, ഇയാളെ കൊല്ലല്ലാണ്ട് രക്ഷയില്ല. അങ്ങനെ ഇദ്ദേഹത്തെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അതാണ് ഹല്ലാജിൻ്റെ കഥ. അദ്ദേഹം ചെയ്ത തെറ്റെന്താ? 3 പ്രാവശ്യം പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുമതിയോടെ എഴുന്നേക്കാൻ, 4ാമത്തെ പ്രാവശ്യം തൻ്റെ അനുമതിയോടെ എഴുന്നേക്കാൻ വേണ്ടി പറഞ്ഞു. ഇതായിരുന്നു ഹല്ലാജിനെ കൊല്ലാനുള്ള സംഭവം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മഹാനായ വലിയാണ്. അദ്ദേഹത്തിന് രക്തസാക്ഷിത്വവും കൂടി കിട്ടാൻ വേണ്ടി അള്ളാഹു കളമൊരുക്കിയതാണ് എന്നാണ് സൂഫി പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഏതായാലും മഹാൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെയും ദർജകൾ ഉയർത്തി തരുമാറാകട്ടെ.
വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.